തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആവേശകരമായി മാറി. ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് പോളിംഗ് 75% പരം രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ അതാണ് വ്യക്തമാക്കുന്നത്. പതിവ് പോളിംഗ് കാഴ്ചകൾക്കപ്പുറം നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിന്റെ സാന്നിധ്യവുമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. ഭരണം സ്റ്റാലിന് തന്നെ എന്നാണ് മിക്ക സർവേകളും പറയുന്നത്. ഭരണവിരുദ്ധ തരംഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് EPS നയിക്കുന്ന AIDMKയും പോരാട്ട രംഗത്തുണ്ട്. എന്നാൽ യുവാക്കൾക്കിടയിൽ വിജയ് ഉണ്ടാക്കിയ സ്വാധീനം DMKയും AIDMKയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വലിയ സംഘർഷങ്ങളൊന്നും തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ ഇല്ലായിരുന്നു. കോയമ്പത്തൂരിൽ DMK BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് മാത്രമാണ്, ചെറിയ തോതിലുള്ള സംഘർഷമുണ്ടായത് മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിജയ് പ്രഭാവം ഏതുവരെ ആരെ ബാധിക്കും എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ ചർച്ചാ വിഷയം. DMKയെ അത് ബാധിക്കില്ല എന്നാണ് സർവേകൾ പറഞ്ഞത്, നേരത്തെയുള്ള സർവേകളെല്ലാം പറഞ്ഞത്. ചെന്നൈയിലെ നീലങ്കരയിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയ വിജയെ കാണാൻ വൻ ജനക്കൂട്ടമാണ് എത്തിയത്. ഒരു സിനിമ ഓഡിയോ ലോഞ്ചിനെ അനുസ്മരിപ്പിക്കുന്ന തിരക്കാണ് പോളിംഗ് ബൂത്തിൽ അനുഭവപ്പെട്ടത്. ആദ്യമായി വോട്ട് ചെയ്യുന്നവരും യുവാക്കളും വിജയെ പിന്തുണയ്ക്കുന്നത് DMKയാണോ AIDMKയാണോ കൂടുതൽ ബാധിക്കുക എന്നതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൻ്റെ ചതുരംഗ കളി. എന്തായാലും വിജയ് വലിയ ഒരു ഫാക്ടറായി തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിലും വലിയ സീറ്റുകളൊന്നും TVKയ്ക്ക് നേടാൻ സാധിക്കില്ല എന്നാണ് സർവേകൾ പറയുന്നത്. 10 സീറ്റ് TVK നേടിയാൽ അത് തന്നെ വലിയ കാര്യം എന്നാണ് സർവേകൾ പറയുന്നത്. സാധാരണ ഗതിയിൽ തന്നെ പണമൊഴുക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ചർച്ചാ വിഷയമായി മാറി. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് പണം നൽകുന്ന രീതി വ്യാപകമാണെന്ന ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. 1000 രൂപ മുതൽ 5000 വരെ വിവിധ മണ്ഡലങ്ങളിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ വിതരണം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. പണം, മദ്യം, സ്വർണം തുടങ്ങിയ ഇനങ്ങളിലായി ഏകദേശം 1200 കോടിയിലധികം രൂപ അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ട്. വിജയുടെ പാർട്ടിക്ക് 20% വരെ വോട്ട് വിഹിതം ലഭിച്ചേക്കാമെന്നും ചില മണ്ഡലങ്ങളിൽ 10-ൽ താഴെയുള്ള മണ്ഡലങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. DMK അധികാരം നിലനിർത്തുമെന്ന് കരുതും തോറും വിജയുടെ കടന്നുവരവ് തമിഴ് രാഷ്ട്രീയത്തെ തമിഴകത്തെ ദികക്ഷി രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമോ എന്നുള്ളതാണ് പ്രധാനമായ ചോദ്യം. മുമ്പ് വിജയുടെ തലതൊട്ടപ്പനായ അല്ലെങ്കിൽ വിജയ് ആരാധിച്ചിരുന്ന വിജയ്കാന്ത് DMDK രൂപീകരിച്ചപ്പോഴും ഇതുപോലെ ശക്തമായൊരു മുന്നേറ്റം നടത്തിയിരുന്നു. പക്ഷേ അതിലപ്പുറം വിജയ്ക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അധികം സീറ്റുകളൊന്നും വിജയ്ക്ക് കിട്ടാൻ സാധ്യതയില്ല. 2 വിജയ് മത്സരിക്കുന്നത്. ഈ 2 വിജയ് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരിടത്ത് മാത്രമേ വിജയ് ജയിക്കാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാന മത്സരം അണ്ണാ DMKയും DMKയും തമ്മിൽ തന്നെയാണ്. DMKയ്ക്ക് വേണ്ടി സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ശക്തമായ പ്രചരണമാണ് നടത്തിയത്. വിജയുടെ പ്രചരണം ഏകദേശം ഒറ്റയ്ക്കുള്ള പ്രചരണമായിരുന്നു. AIDMKയ്ക്ക് വേണ്ടി BJP നേതാക്കളൊക്കെ പ്രചരണത്തിനെത്തുകയും രംഗം കൊഴുപ്പിക്കുകയും ചെയ്തു. AIDMK BJP സഖ്യം വലിയ അത്ഭുതമൊന്നും ഈ തെരഞ്ഞെടുപ്പിലും കാണിക്കാൻ പോകുന്നില്ല എന്നാണ് റിപ്പോർട്ട്. കനത്ത പോളിംഗ് നടന്നത് സ്റ്റാലിന് ഗുണകരമാകും എന്ന റിപ്പോർട്ടും ശ്രദ്ധേയമാണ്.
കാരണം സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി, സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര അടക്കം ഒരുപാട് ആനുകൂല്യങ്ങൾ സ്റ്റാലിൻ സർക്കാർ നടപ്പാക്കി. അതൊക്കെ സ്റ്റാലിന് ഗുണകരമായി മാറും എന്ന് തന്നെയാണ് റിപ്പോർട്ട്. ചുരുക്കത്തിൽ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ തരംഗം.